എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആഷ്നവേസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ. നമുക്ക് കഴിഞ്ഞ തവണ ഒരു വീഡിയോ പോയപ്പം ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് ബോക്സിലും ഗൂഗിൾ ഫോമിലൊക്കെ കുറച്ച് വന്നിരിക്കുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നത് ഞാൻ അഡ്രസ്സ് ചെയ്യാനായിട്ട് പോകുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു AZB അക്കാഡമി. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കഴിഞ്ഞ തവണ LDC എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് ചെറിയ മാർക്ക് വ്യത്യാസത്തിൽ നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നിങ്ങൾ സപ്ലി ലിസ്റ്റിലായി പോയി, അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ നിങ്ങൾക്ക് നല്ല വിചാരിച്ച രീതിയിൽ വരാൻ പറ്റിയില്ല എന്നൊക്കെ ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ പോയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ കുറച്ചുകൂടെ എന്താണ് നമ്മുടെ പൂഴിക്കട എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു ഏരിയ കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ വരുന്ന എക്സാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് അടിക്കാനായിട്ട് പറ്റും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് നിങ്ങളിപ്പോൾ 10 ഉണ്ട്, +2 ഉണ്ട്, ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, വോട്ടെവർ എന്ത് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, 10 ഉള്ളവർക്ക് മാത്രമാണോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? അല്ലടാ, 10th ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആൻഡ് സെക്കൻഡ് തിങ്, നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് 2021 വന്ന നോട്ടിഫിക്കേഷൻ ആണ്. നോക്കിക്കേ, ഗസറ്റഡ് ഡേറ്റ് 15/9/2021 ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 20/10/2021 വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 368/2021 വന്ന അഡ്വൈസ് ആണ് നമ്മൾ നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റവന്യൂ വകുപ്പിലേക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പോസ്റ്റിലേക്കായിരുന്നു നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് സ്കെയിൽ ഓഫ് പേ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം സ്കെയിൽ ഓഫ് പേ ഒക്കെ മാറ്റം മാറിയിട്ടുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ട് ഒക്കെ ഇപ്പം നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതൊരു ജില്ലാ തലത്തിലുള്ള വേക്കൻസിയാണ്. അതായത് ജില്ലാ തലത്തിലുള്ള എന്താണെന്ന് വിചാരിച്ച് എന്താണ് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചില എക്സാം PSC സ്റ്റേറ്റ് വൈഡ് ആയിട്ട് കേരളത്തിൽ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരൊറ്റ എക്സാം ആയിട്ട് നടത്തും. നമ്മുടെ ബേബ്ക്ക് LDCക്ക് അതുപോലെയാണ്, സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ഒരാളാണ്, ആ ജില്ലയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ആ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും. ആലപ്പുഴ ജില്ലയിൽ വേക്കൻസി വരും. ഇനി നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ഒരാളാണ്, നമുക്ക് ഇടുക്കിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ജില്ലാ തലത്തിലുള്ള ഒരു പരീക്ഷയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നോക്കിയാൽ 2021 നോട്ടിഫിക്കേഷൻ വന്നത്. ആ സമയത്ത് നമുക്ക് പ്രിലിംസ് മെയിൻസ് എന്നൊക്കെ പറഞ്ഞ് പോവാറുണ്ടായിരുന്നു. അപ്പോൾ 2023 പരീക്ഷ കഴിഞ്ഞ് നമുക്ക് 2022 എക്സാം കഴിഞ്ഞ് 2023 ഡിസംബർ മാസമായപ്പോഴത്തേക്കും എന്താണ്, ഇതിൽ റാങ്ക് ലിസ്റ്റ് PSC പുറത്ത് വിട്ടു. മെയിൻസ് എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് റാങ്ക് ലിസ്റ്റ് വെളിവിടുകയാണ്. ആ റാങ്ക് ലിസ്റ്റ് വെളിവിട്ട സമയത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ ജില്ലകളിലും നമുക്കറിയാം ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. അപ്പോൾ 2026 ഡിസംബർ മാസത്തിലായിരുന്നു ഇതിൻ്റെ കാലാവധി തീരുന്നത് അല്ലേ. എല്ലാ ജില്ലയുടെ ഇല്ല. പിന്നെ വന്നത് 2024 ജനുവരി മാസം തൊട്ട് അടുത്തത് ജനുവരി ഫെബ്രുവരി മാസങ്ങളായിട്ട് മറ്റുള്ള ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യാണ്, PSC പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്ന എപ്പോഴാണ്, 2027 ജാൻ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെയും കാലാവധി തീരുകയാണ് അല്ലേ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 2025 അല്ലേ. അപ്പം ഇപ്പം നിലവിൽ എന്താണ്, റാങ്ക് ലിസ്റ്റ് ഉണ്ട്, ഇതിന് ഇങ്ങനെ അഡ്വൈസ് പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ജില്ലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം 2025 സെപ്റ്റംബർ മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് നോക്കിക്കേ, സെപ്റ്റംബർ മാസമായിരുന്നു ഇതിൻ്റെ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ 2021 വന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബറിന് മുന്നേ എന്തായാലും 2025 ഡിസംബറിന് മുൻപ് എന്ത് ചെയ്യും, PSC നോട്ടിഫിക്കേഷൻ വിടും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടൈമിലും ലാസ്റ്റ് നമുക്ക് OBC കാറ്റഗറി അല്ലെങ്കിൽ ലാസ്റ്റ് ചാൻസിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരെ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് PSC ഈ വർഷം തന്നെ അവസാനമാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യൂടാ, നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2025 നോട്ടിഫിക്കേഷൻ വന്ന് നമുക്കറിയാം ഇവിടെ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാറായിരിക്കുകയാണ്. അപ്പോൾ 2026 എന്ത് ചെയ്യും, എക്സാം ഉണ്ടാകും. അപ്പോൾ ഒരു ഒക്ടോബർ നവംബറിൽ ഉദ്ദേശിച്ചിട്ട് നമ്മളൊരു വരാനിരിക്കുന്ന നമുക്കൊരു 6 മാസം അല്ലെ, ഡിസംബർ കഴിഞ്ഞിട്ട് ഇതും കഴിഞ്ഞിട്ട് ഒരു ജനുവരി ഫെബ്രുവരി കഴിഞ്ഞ്
ഒരു 6 മാസം നമ്മൊരു ഗ്യാപ്പ് എടുക്കുകയെന്ന് വിചാരിക്കുക. 6 മാസത്തിനുള്ളിൽ നമുക്ക് എന്തായാലും എക്സാം നടത്തിയാലാണ് അടുത്തൊരു 6 മാസത്തിനുള്ളിൽ PSCക്ക് മെയിൻ റാങ്ക് ലിസ്റ്റ് റിലീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരം തന്നെയാണ്. ഇപ്പോഴേ മുതൽ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. മറ്റൊരു സന്തോഷ വാർത്ത, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് മാത്രമല്ല, നമുക്ക് ബിവ്കോ LDC, കമ്പനി ബോർഡ് LGS 7ാം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെല്ലാം കൂടെ കൂടിയിട്ട് നമ്മളൊരു സിംഗിൾ ആയിട്ടുള്ളൊരു കോഴ്സ് AZB അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു പ്രയാണം എന്ന് പറഞ്ഞ് 3-in-1 ബാച്ച് എന്ന് പറഞ്ഞൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ്, ബിവ്കോ LDC, അതുപോലെ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു 100 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ്. ഒരു ദിവസം നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത്, 3 സബ്ജക്റ്റ് തരുന്നു, അതിൻ്റെ PDF നോട്ട്സ്, അതിൻ്റെ മോക്ക് ടെസ്റ്റ്, അങ്ങനെ Day 1, Day 2, Day 3 അങ്ങനെ 100 ഡേയ്സ് ആണ്. ബാക്കിയുള്ളതിൽ നിന്ന് AZB അക്കാഡമിയെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു സ്റ്റഡി പ്ലാനും മോക്ക് ടെസ്റ്റുകളും, പ്രീവിയസ് ലൈവിൽ നമ്മൾ പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്. ഇതിലൊക്കെ പുറമെ നിങ്ങൾക്കൊരു സിംഗിൾ മെൻറ്റർ ഉണ്ടാകും. നിങ്ങളെ ഡെയിലി കോൺടാക്ട് ചെയ്യാനും നിങ്ങളെ പഠിപ്പിച്ച് എടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് ആരുണ്ടാകും, ഡെയിലി നിങ്ങൾക്ക് കണക്ഷനായിട്ടൊരു മെൻറ്ററും കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ 100 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ 3 സെറ്റ് റിവിഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡെയിലി ഒരു 2 hour സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിപ്പോൾ പറയുന്നത്. കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് ടൈം എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് 100 ഡേയ്സ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് അതിന് മുൻപ് തന്നെ കംപ്ലീറ്റ് ചെയ്ത് സെറ്റാക്കാൻ പറ്റുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നമ്മുടെ കോഴ്സിൽ പോയിട്ട്, അതായത് ആപ്പ് സ്റ്റോറിൽ പോയിട്ട്, പ്ലേ സ്റ്റോറിൽ, ആപ്പ് സ്റ്റോർ വോട്ടെവർ എവിടെ പോയിട്ട് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ AZB അക്കാഡമി സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് ഈ ഒരു കോഴ്സ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബട്ട് ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച്.